നമുക്കെങ്ങനെ നമ്മളെ സെൽഫായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. അതൊരു ത്രൂ ഔട്ട് സ്റ്റെപ്പാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, ജോലി അന്വേഷിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ്സുകാരായിക്കോട്ടെ, ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിർബന്ധമായും ഇനിയുള്ള കാലഘട്ടത്തിൽ ചെയ്തിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സെൽഫ് ബ്രാൻഡിങ്. അതായത് നമ്മളെ പറ്റി 4 ആൾ അറിയുക എന്നുള്ള ഒരു കാര്യം. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴായാലും നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോഴായാലും നമുക്ക് അതിൽ റീച്ച് ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് യുവർ നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ എന്തൊക്കെ നമ്മുടെ ആസ്പെക്റ്റുകൾ എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാഷൻ എന്തൊക്കെയാണ്, നമ്മുടെ ടാലന്റ് എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ച് നമ്മുടെ ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണത്, ഈ രീതിയിൽ നമ്മുടെ ഒരു നിഷ് കണ്ടെത്തുക. ആ രീതിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരുപാട് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. ഒപ്പം തന്നെ നമ്മൾ എത്ര പെർഫോം ചെയ്താലും നമുക്ക് അതിലൊരു മടുപ്പ് ഉണ്ടാവില്ല. നമ്മൾ എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ മടുപ്പുണ്ടാവില്ല. അതെന്താന്നുള്ളത് നിങ്ങളെ കുറിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സെൽഫ് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളിൽ ചെയ്യേണ്ട ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം, സീക്ക് റെക്കഗ്നിഷൻ. അതായത് നമുക്ക് റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. ഒന്ന്, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ നിഷ് കണ്ടെത്തിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അത് കിട്ടിയ ആ ഒരു പാഷൻ നമുക്ക് മനസ്സിലായതിനു ശേഷം, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം, എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സെൽഫ് പ്രൊമോഷൻ ചെയ്യേണ്ടി വരേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ റെക്കഗ്നിഷൻ നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളിൽ ക്രെഡിബിലിറ്റി ഉണ്ടാവണം, നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവണം, നമ്മൾ മാക്സിമം നമ്മുടെ ആ ഒരു പ്രവൃത്തിയിൽ എക്സ്പെർട്ട് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ആക്ടിവിറ്റീസും റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫൈൻഡ് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു വ്യക്തി, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു ട്രെയിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് കൊടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഞങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ നമ്മൾ ഇത്തരം രീതിയിലാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എവിടെയാണ്, അല്ലെങ്കിൽ അവരെ ഗ്യാദർ ചെയ്യിപ്പിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളതാണ്. അതാണ് ഫൈൻഡ് യുവർ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈൻഡ് യുവർ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഗ്യാദർ ചെയ്യിപ്പിക്കാം, അത് ആകെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിനുള്ളത്. അത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള മീഡിയത്തിൽ നിങ്ങളുടെ ഒരു പേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാനലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഐഡിയോ എന്തെങ്കിലും തുടങ്ങിയിട്ടാണ് നിങ്ങളുടെ മാത്രം കണ്ടന്റുകളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആശയങ്ങൾ ആര് പറഞ്ഞാലും മാറരുത്. കാരണം അതിനൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭാവിയിൽ നിങ്ങളുടെ പിന്നാലെ ഈ എതിരെ പറഞ്ഞവർ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളത് തെളിയിക്കുമ്പോൾ നിങ്ങളത് ശരിയാണെന്ന്. സോ നിങ്ങളുടെ ഓഡിയൻസിന്, അത് ഈവൺ നമ്മളെ ഫോളോ ചെയ്യണത് വെറും 10 പേരാണെങ്കിലും ആ 10 പേര് നിങ്ങളുടെ നീക്കത്തെ അംഗീകരിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ പെയ്ഡ് ബൂസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ഫോളോവേഴ്സിനെ കളക്ട് ചെയ്തിട്ടോ കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഉള്ളത് കുറവാണെങ്കിലും ആ കുറവ് ആൾക്കാർ നമ്മൾ പറയുന്നത് അംഗീകരിച്ചവരാണെങ്കിൽ ആ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് ഉള്ള പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മൊത്തം ഈ ലോകത്തിലെ എല്ലാവരെയും നമ്മുടെ ഓഡിയൻസ് ആക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ആശയവുമായിട്ട് ഒത്തുപോകുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ ഓഡിയൻസ് ആക്കി വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത്തെ കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര സ്മാർട്ട് ആയിരിക്കണം. നമ്മൾ ആ നിശ്ചയം കണ്ടെത്തി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഓഡിയൻസിനെ സെറ്റ് ചെയ്തു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ റെക്കഗ്നേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രസൻസിലേക്കാണ് വരേണ്ടത്. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്രസൻസിൽ വന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രസന്റേഷൻ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വരുന്ന രീതിയിലേക്ക്, അവർക്ക് ഭയങ്കര ഒരു തോട്ട് ഓണാവുന്ന രീതിയിലുള്ള പ്രസന്റേഷൻസ്, സ്മാർട്ട് ആയിട്ടുള്ള പ്രസന്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് കാണുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ റിയൽ ഫോളോവേഴ്സ് ആയി മാറുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അടുത്തൊരു പേജ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ആശയം കണ്ടെത്തുക. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോന്ന് പറയാൻ കാരണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡു മോർ ആൻഡ് വർക്ക് മോർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം. അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മൾ
നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഞാനൊക്കെ ചെയ്യണത് ഈ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ആയിട്ട്, അതായത് എത്ര വ്യൂസ് വരുന്നുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളതോ നോക്കാതെ ഒരു 3-4 കൊല്ലം മുമ്പായിട്ട് ഈ പറയുന്ന സ്മാർട്ട് ന്യൂസിന്റെ പേജ് തുടങ്ങി. ഇന്നത്തെ 60,000-ന് മേലെ ഫോളോവേഴ്സ് ആയി മാറി. ഞാൻ എന്റെ സെൽഫ് പേജ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിലാകെ 1300 സംതിങ് ഫോളോവേഴ്സ് ഉള്ളത്. സോ അതൊരു പ്രോബ്ലം ആക്കി എടുക്കണ്ട, ചെറുതുള്ളത്. നമ്മുടെ ജോലി കൃത്യമാക്കി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഡു മോർ ബി മോർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൺസ് അത് കണക്ട് ചെയ്യുന്ന ആൾക്കാർ അത് കാണുകയും അവരത് ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ അവരതിലേക്ക് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ അവരത് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാറ്റഗറി ഓഫ് ഓഡിയൻസിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് കയറി വരുന്നു, നമ്മൾ അതിൽ ബ്രാൻഡായി വരുന്നു. ഭാവിയിൽ ഇതിനെ ഫോളോ ചെയ്യാത്തവർ പോലും ഇത് ഗ്രോത്ത് കാണുമ്പോൾ അവർ നമ്മുടെ കൂടെ കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന മറ്റൊരു കാര്യം. ഫൈനൽ കാര്യം എന്ന് പറയുന്നത് നിങ്ങളായി തന്നെ ഇരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ കണ്ടെത്തിയ നമ്മുടെ നിഷ്, നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ റെക്കഗ്നേഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുണ്ടാവും. ഡു മോർ ബി മോർ എന്നുള്ള രീതിയിൽ അത് എല്ലാ ദിവസവും അതിന്റെ റിസൾട്ട് നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനൊക്കെ നമുക്കൊരു ദിവസത്തിൽ 1 hour കറക്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വളരെ കൂളായിട്ട് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബി യുവർ സെൽഫ് എന്ന് പറയുന്ന കാര്യം, റിമെമ്പർ ഹൂ യു ആർ, നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ എന്നും ഓർത്തിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അതിന് വൺസ് റിസൾട്ട് ഉണ്ടാവും. അതായത് എനിക്ക് എനിക്കൊരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പ്രസൻസ് ഓപ്പൺ ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 year നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേലെയുള്ള റിസൾട്ട് ഗ്യാരണ്ടി ആയിട്ട് വരും. അത് എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് വിഷയമില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പാഷൻ ആയിരിക്കണം, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഗോൾ ആയിരിക്കണം. കാരണം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരരുത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. സോഷ്യൽ മീഡിയയിൽ വർത്താനം പറയുന്ന എല്ലാവർക്കും മടുപ്പുണ്ട്, പല രീതിയിലും മടുപ്പുണ്ട്. പക്ഷെ എനിക്കും വലിയ താല്പര്യമുള്ള ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ അത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ, ഞാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ മാത്രം പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു മടുപ്പായിട്ട് തോന്നിയില്ല. പിന്നെ ഞാനത് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റെഗുലറായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സെൽഫ് ബ്രാൻഡിങ്. ദെൻ സ്മാർട്ട് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ രജിസ്ട്രേഷൻ ഫീസുള്ള ഒരു കൊല്ലത്തെ സർവീസാണ്. നിങ്ങളെ CV കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് കൃത്യമാക്കി നിങ്ങളെ ജോലിയിലേക്ക് ഓപ്പർച്യൂണിറ്റി തരുന്ന, നല്ല പാക്കേജ് റെപ്യൂട്ടഡ് കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്ഥാപനമാണ്. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ മറക്കാതിരിക്കുക, നിങ്ങൾ ആരാണെന്നുള്ളത് ലോകത്തിൽ അറിയിച്ചു കൊണ്ടേയിരിക്കുക. എന്നും ഒരു സമയത്ത് നിങ്ങളെ അവരറിയും, നിങ്ങളുടെ ഫോളോ ചെയ്യും, നിങ്ങൾക്ക് വാല്യൂ ക്രിയേറ്റ് ആവും. താങ്ക് യു.